അപ്പൊ മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടൂൾസ് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇതാണ് സാധനം. ഈ സാധനം ഇത് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ ആണ്. കുറച്ച് ഇലക്ട്രോണിക്സ് ഡിവൈസ് മൊബൈലിൽ അല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഈ സാധനം ഭയങ്കര ഉപകാരപ്രദമാണ്. അപ്പൊ ഈ ടൂൾസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഡീസോൾഡറിംഗ് പമ്പ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏത് ബോർഡിലാണ് ചെയ്യേണ്ടത് ആ ബോർഡിൽ ജസ്റ്റ് ഒന്ന് ഫ്ലക്സ് ആഡ് ചെയ്യുക. ഫ്ലക്സ് ആഡ് ചെയ്തതിന് ശേഷം സോൾഡറിങ് അയൺ എടുത്തിട്ട് നമുക്ക് ഏത് പാത്തിലാണോ വയ്ക്കുന്നത് ആ പാത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഡീസോൾഡറിങ് പമ്പ് ഒന്ന് ലോഡ് ചെയ്യുക. ലെഡ് മെൽറ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് തന്നെ അത് ഡീസോൾഡറായി വരുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. ചിലപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടൂല. ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെതായ ചെറിയ പോരായ്മകളുണ്ട്. സംഭവം പക്കയാണ്. ഇപ്പോ സാധനം കണ്ടോ, നല്ല വെടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളൊരു കമ്പോണൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മീറ്റർ ഒക്കെ ഞാൻ റിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡിസ്പ്ലേ നമുക്ക് ഡാമേജ് ആവാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സംഭവം ഉപയോഗിക്കുക. നമ്മൾ ഹീറ്റിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പോളറൈസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോണൻസോ കംപ്ലൈന്റ് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ ഉപയോഗിക്കാം. ഭയങ്കര ഉപകാരം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഇത് കാണാറുണ്ട്. പക്ഷേ ഇത് ഒരു ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ചു. ഭയങ്കര ഉപകാരം. അതായത് മൊബൈൽ ടെക്നീഷ്യന്മാരിൽ ആരെങ്കിലും ഡിജിറ്റൽ മീറ്ററോ ഇല്ലെങ്കിൽ മറ്റു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഒക്കെ റിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ വിലയുള്ളൂ, ചെറിയ പൈസയുള്ളൂ. ഞാൻ മേടിക്കുമ്പോൾ എനിക്കൊരു 220 രൂപ. അതിൽ കൂടിയത് ഉണ്ടാവാം, അതിൽ കുറഞ്ഞത് ഉണ്ടാവാം. എന്നാലും സാധനം വെർത്താണ്. അതായത് നമുക്കൊരു കമ്പോണൻസ് ഇല്ലെങ്കിൽ ഡാമേജ് ആവാതെ അത് ഡീസോൾഡർ ചെയ്ത് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കേട്ടോ.